നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരം ഇവാൻ കലിയൂഷ്നി യൂറോ ക്വാളിഫയറിൽ ഗോളടിച്ചിരിക്കുന്നു. ഐസ്ലൻഡിനെതിരെ യുക്രൈന് വേണ്ടി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. നിർണായകമായ ഒരു ഗോളും കണ്ടെത്തി. മത്സരം 3-3 സമനിലയിൽ നിൽക്കവെയാണ് ഇവാൻ കലിയൂഷ്നി ഗോളടിച്ചുകൊണ്ട് യുക്രൈനെ മുന്നോട്ട് കൊണ്ടുപോയത്. ഒടുവിൽ വീണ്ടും ഒരു ഗോൾ കൂടി അദ്ദേഹത്തിൻ്റെ ടീം നേടിയതോടെ 3-5 തകർപ്പൻ വിജയത്തിലേക്ക് യുക്രൈൻ കടന്നു പോവുകയായിരുന്നു. ഇപ്പം യൂറോ ക്വാളിഫയറിൽ നമുക്കറിയാം, ഫ്രാൻസൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഡിയിലാണ് യുക്രൈൻ ഉള്ളത്. ഒട്ടും എളുപ്പമല്ല അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ. ഫ്രാൻസ് അവർ കളിച്ച 3 കളിയും ജയിച്ച് 9 പോയിൻറ്റോടെ നിൽക്കുകയാണ് ഒന്നാം സ്ഥാനത്ത്. യുക്രൈൻ ഇന്നലെ വിജയിച്ചതോടെ 3 കളികളിൽ നിന്ന് 4 പോയിൻ്റ് ആയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മത്സരത്തിൻ്റെ 85-ാമത്തെ മിനിറ്റിലാണ് ഇവാൻ കലിയൂഷ്നിയുടെ ഗോൾ പിറക്കുന്നത്. കളിയിൽ 14-ാമത്തെ മിനിറ്റിൽ മല്ലോസ്കിയിലൂടെ യുക്രൈൻ ലീഡ് എടുത്തതായിരുന്നു. എന്നാൽ 34-ാമത്തെ മിനിറ്റിൽ എലറ്റ്സണിലൂടെ ആ ഗോൾ ഐസ്ലൻഡ് മടക്കി. വീണ്ടും ഒരു ഗോൾ കൂടി അച്ലിയാക്കിയിലൂടെ അടിച്ചുകൊണ്ട് ലീഡിലേക്ക് പോയ യുക്രൈന് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് മലിനോസ്കിയിലൂടെ അടുത്ത ഗോളും കണ്ടെത്തി 3-1 ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് കളിക്കളം വിട്ടതെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം കമേഴ്സിലൂടെ ഇരട്ട ഗോളുകൾ ഐസ്ലൻഡ് മടക്കിയടിച്ചു. 3-3. അങ്ങനെ നിൽക്കുമ്പോഴാണ് 85-ാമത്തെ മിനിറ്റിൽ ഇവാൻ കലിയൂഷ്നിയുടെ ഗോൾ പിറക്കുന്നത്. ആ ഗോളിന് ലീഡിലേക്ക് കടന്നുപോയി യുക്രൈന്. ഒടുവിൽ അടുത്ത ഗോൾ കൂടി ഒലേഹ് ഒച്രെറ്റ്കോയിലൂടെ നേടിക്കൊണ്ട് വിജയം ഉറപ്പാക്കുകയായിരുന്നു. ഏതായാലും ഇവാൻ കലിയൂഷ്നി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതിമനോഹരമായിട്ട് അദ്ദേഹം മധ്യനിരയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. സുന്ദരമായിട്ടുള്ളൊരു ഗോള് അദ്ദേഹം നേടിയതിൻ്റെ ഓർമ്മ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. 27 വയസ്സേ ഉള്ളൂ കലിയൂഷ്നിക്ക്. അദ്ദേഹം ഇപ്പോൾ അലക്സാൻഡ്രിയയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. യുക്രൈന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ ഗോൾ, ആദ്യ ഇൻ്റർനാഷണൽ ഗോളാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.